മക്കളെ, ശ്രീഭാമ മിസ് ആണ്. അപ്പൊ എന്റെ മക്കൾക്ക് ബൈ ചാൻസ് എന്നെ ആദ്യമായിട്ടാണ് കണ്ട് പരിചയമെന്നുണ്ടെങ്കിൽ പേര് പറയുന്നു SB എന്നാണ് ഷോർട്ട് ഫോം. ശ്രീഭാമ എന്ന ഫുൾ നെയിം. നിങ്ങൾ 5ാം ക്ലാസ്സിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ടായിട്ട് സെറ്റായിട്ട് മിസ് ഉണ്ടായിരിക്കും. സോ എന്റെ മക്കൾ എല്ലാവരും എന്താ വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീരാനായാലും നല്ല സാഡായിട്ട് ഇരിക്കുകയാണ് അല്ലെ. ഇച്ചിരി ദിവസം കൂടെ ഉള്ളൂ, 10 ദിവസമൊക്കെ അല്ലേ തികച്ചുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് സ്കൂളിൽ പോകണല്ലോ എന്ന് ആലോചിക്കുന്നവർ കുറച്ച് പേര്, എന്നാൽ സ്കൂളിൽ പോകാലോ എന്ന് സന്തോഷിക്കുന്ന കുറച്ച് പേര് അല്ലെ. നിങ്ങൾ അങ്ങനെ ഷഫിൾ ചെയ്തിട്ടായിരിക്കും തോന്നുന്നു. എന്തായാലും നമ്മുടെ സ്കൂൾ തുറക്കുക എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ബാക്ക് ടു സ്കൂൾ ആണ് അല്ലേ. അപ്പൊ എന്റെ മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറെ ഐഡിയാസ് ഉണ്ടായിരിക്കും. ഈ ഒരു വർഷം 4ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടന്റ് വർഷമാണ്. നിങ്ങൾ LSS പോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലേ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു പരീക്ഷ എഴുതാൻ പോവാണ്. 4ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ മാർക്ക് പഠിച്ച് വാങ്ങിച്ചാലാണ് UPയിലോട്ട് പോകാൻ വേണ്ടി പറ്റുക, 5ാം ക്ലാസ്സിൽ എത്താൻ വേണ്ടി പറ്റുക. അപ്പൊ ഈ ഒരു വർഷം പ്രധാനപ്പെട്ട ഒരു വർഷമാണെന്നുള്ളതിൽ ആർക്കും സംശയമില്ലല്ലോ. അപ്പൊ നമ്മൾ ചെറിയ മക്കളാണെന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം അല്ലേ. നമ്മുടെ പാരന്റ്സിനെ നമ്മൾ അത്രയും നിങ്ങളെ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഇന്നതാവണം അല്ലെങ്കിൽ നിങ്ങൾ അടിപൊളി ആയിരിക്കണം എന്നൊക്കെ നിങ്ങളുടെ പാരന്റ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പ്രിപ്പറേഷൻ ചെയ്യാം, ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു അക്കാഡമിക് ഇയർ പുതിയൊരു വർഷം തുടങ്ങാൻ പോലെ 4ാം ക്ലാസ്സിന്റെ പുതിയൊരു വർഷം തുടങ്ങല്ലേ. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ഒരു ചെറിയ കാര്യങ്ങൾ മിസ് പറഞ്ഞുതരാം. അതിന്റെ മക്കളുടെ അനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള സമയത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി കേട്ടോ. മിസ് ഏകദേശം ഒരു ഐഡിയയിൽ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുന്ന പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്ന് ടൈം മാനേജ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഉള്ളത് 24 മണിക്കൂർ, മിസ്സിന് കിട്ടുന്ന 24 മണിക്കൂർ, എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ഇപ്പം LSS ഒരു കുട്ടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ കുട്ടി അതിനനുസരിച്ച് പഠിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം, അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്തു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്നതും അതേപോലെ അല്ലാത്ത കുട്ടിക്ക് കഷ്ടപ്പെട്ട് കിട്ടുന്നതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. സോ നമ്മളത് മനസ്സിലാക്കി തന്നെ നമ്മുടെ സമയം കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി എൻ്റെ മക്കൾ പഠിക്കാം. അപ്പം നിങ്ങൾക്ക് അപ്പം മിസ് എന്താ ചെയ്യുക, എങ്ങനെ ചെയ്യാന്നുള്ള സംശയം ഉണ്ടായിരിക്കാം. അത് ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് മാറും. ഇപ്പൊ എന്റെ പോലെ ആയിരിക്കില്ലേ നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ മനസ്സിലാക്കി നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ സമയത്ത് ഇന്നത് ചെയ്യുന്നു, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, ജസ്റ്റ് ഒരു നോട്ട് എടുത്തിട്ട് ഒരു 3-4 ദിവസം, ഇപ്പൊ ഇന്ന് മിസ്സിന്റെ ക്ലാസ് കാണുകയാണെങ്കിൽ 2-3 ദിവസം മുമ്പ് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വെറുതെ ഒന്ന് എഴുതി വെക്കുക, ഏകദേശം സമയം വെച്ച്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, അയ്യോ ഇത്രയും സമയം ഞാൻ ഉറങ്ങിയില്ലേ, എത്രയും സമയം ഫുഡ് കഴിച്ചൂലേ, എത്രയും സമയം വെറുതെ കളഞ്ഞൂലേ എന്നൊരു മൈൻഡ് നിങ്ങൾക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതിന് എനിക്ക് ഇനിയും കുറച്ചും കൂടെ ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അതിനനുസരിച്ച് ഒരു ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക. അപ്പൊ സമയത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. നിങ്ങളിപ്പോൾ ചെറിയ മക്കളല്ല, ഒരു 6 മണി 7 മണിക്കൊക്കെ എണീറ്റാൽ മതി. 7 മണി മുതൽ ഒരു 7-8 മണി വരെ പഠിക്കുക. ഒരു 1 hour ഒക്കെ രാവിലെ പഠിക്കുക. രാവിലത്തെ സമയത്ത് പഠിച്ചാൽ നല്ല എനർജി ആയിരിക്കും, പഠിച്ചൊക്കെ നല്ല ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, റെഡി ആയിട്ട് സ്കൂളിലൊക്കെ പോയി. പിന്നെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു 4-4:30-5 മണി ആവുമല്ലോ. അത് കഴിഞ്ഞ് നിങ്ങൾ മേലും കാലും കൂടെ ഒക്കെ കഴുകി സെറ്റായതിനു ശേഷം ഫുഡൊക്കെ കഴിക്കുക, എന്തെങ്കിലും സ്നാക്സും ചായയൊക്കെ കുടിക്കുക. അത് കഴിഞ്ഞ് 6-6:30 കഴിഞ്ഞാൽ ഒരു 6:30 to 7 അല്ലെങ്കിൽ 8 മണി വരെ ഇന്ന് പഠിക്കാം. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് ആയിരിക്കാം. ഏതാ നിങ്ങൾക്ക് പറ്റുന്ന വെച്ചാൽ നിങ്ങൾ കാണാം. റെഡി. അത് കഴിഞ്ഞതിന് ശേഷം ക്ലിയർ ചെയ്ത് പഠിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലും ഹോംവർക്സോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. അത് കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ എൻ്റെ മക്കൾ കടന്നു. അപ്പോൾ നിങ്ങളുടെ അനുസരിച്ച് അത് മാറും കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് അത് വരുന്നത്. എങ്കിലും ഏകദേശം ഒരു ഐഡിയക്ക് മിസ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തൊരു നേരത്തെ കടന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടേതനുസരിച്ചൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി നല്ല മക്കളായിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വർഷം സെറ്റാക്കുക.